Good afternoon all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പോളിമേഴ്സ്. പോളിമേഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതായിരിക്കും. റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. അതുപോലെ PVC പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് PVC ഒരു പോളിമർ ആണ്. പോളിയെത്തീൻ എന്നാണ് അതിന് ശരിക്കും പറയുക. അതൊരു പോളിമർ ആണ്. നമ്മുടെ പോളിത്തീൻ കവറൊക്കെ ഒരു പോളിമർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോളിമേഴ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിലുള്ള മോണോമർ യൂണിറ്റ്, അതൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്താണ് പോളിമർ അല്ലെങ്കിൽ എന്താണ് പോളിമറൈസേഷൻ എന്നുള്ള പ്രോസസ്സ്? ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർന്ന് ഒരു വലിയ യൂണിറ്റായി മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അങ്ങനെ വലിയൊരു യൂണിറ്റായി മാറുകയാണെങ്കിൽ ആ യൂണിറ്റിനെ അല്ലെങ്കിൽ ആ ലാർജർ മോളിക്കുലാർ മാസ് ഉള്ള ആ ഒരു മോളിക്യൂളിനെ പറയുന്ന പേരാണ് പോളിമേഴ്സ്. ഇപ്പോൾ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറിയ ചെറിയ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട്, അവ കമ്പൈൻ ചെയ്യുന്നത് കോവാലന്റ് ബോണ്ട് വഴിയാണ്. ഓരോ ചെറിയ മോളിക്യൂൾസും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോവാലന്റ് ബോണ്ട് വഴിയാണ്. അങ്ങനെ ലാർജർ മോളിക്കുലാർ മാസ് ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് അത് മാറുകയാണ്. അതിന് പറയുന്ന പേരാണ് പോളിമർ. അങ്ങനെ ഓരോ ചെറിയ യൂണിറ്റിനെയും പറയുന്ന പേരാണ് മോണോമേഴ്സ്. ഇപ്പോൾ മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിമേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മോണോമർ യൂണിറ്റ്സ് ജോയിൻ ചെയ്യുന്നു കോവാലന്റ് ബോണ്ട് വഴി. അങ്ങനെ ഒരു ലാർജർ മോളിക്കുലാർ മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറുകയാണ്. ആ ലാർജർ മോളിക്കുലാർ മാസ് ഉള്ള അതിന് പറയുന്ന പേരാണ് പോളിമേഴ്സ്. പോളിമേഴ്സിനെ ഈ ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾസും പോളിമറിന്റെ ഡെഫിനേഷനുമാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ പോളിമേഴ്സ് ആണ് ടോപ്പിക്കിന്റെ പേര്. They are formed by repeated joining of monomer units using covalent bond. This process is known as polymerization. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോൾ എന്താ പറഞ്ഞത്? They are formed by repeated joining of monomer units using covalent bond. കോവാലന്റ് ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് മോണോമർ യൂണിറ്റ്സ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ലാർജർ മോളിക്കുലാർ മാസ് ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. Polymers have larger molecular mass. Polymers possess large molecular mass. മോളിക്കുലർ മാസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി പോളിമേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ PVC, അതുപോലെ പോളിത്തീൻ, ഇതിൻ്റെയൊക്കെ ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പോളിത്തീൻ്റെ ഫോർമേഷൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2. ഓർഗാനിക് കോമ്പൗണ്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഡബിൾ ബോണ്ട് ഉള്ളത് ആൽക്കീൻസ് ആണ്. അതുപോലെ അതിന്റെ പേര് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ENE എന്നാണ് ചേർക്കുക. അതുപോലെ തുടക്കത്തിലുള്ള പേര് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ 2 കാർബൺ ആറ്റം ആണ്. അപ്പോൾ വരിക എത്തീൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അപ്പൊ എത്തീൻ ഒരുപാട് എണ്ണം ഉണ്ടെന്നുള്ളതിനെ കാണിക്കാൻ N എന്നാണ് കൊടുക്കുക. ലാർജ് നമ്പർ ഓഫ് എന്ന് കാണിക്കാൻ എന്ത് കൊടുത്തു? N എന്ന് കൊടുത്തു. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് എത്തീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്നിട്ട് പോളിയെത്തീനായി മാറുകയാണ്. പോളിയെത്തീൻ എഴുതുന്നത് ഇങ്ങനെയാണ്. CH2 സിംഗിൾ ബോണ്ട് CH2 ആണ്. N ടൈംസ് നമ്മളിവിടെ N നമ്പർ ഓഫ് എത്തീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് N നമ്പർ, ഇത്രയും ലെങ്ത് ഉള്ള ഒരു ചെയിൻ ആണ് കിട്ടുന്നത്. ഡബിൾ ബോണ്ട് അല്ല, അവിടെ സിംഗിൾ ബോണ്ട് ആണ്, അത് ശ്രദ്ധിക്കണം. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് പോളിയെത്തീൻ. നമ്മൾ സിമ്പിൾ ആയിട്ട് പോളിത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണിത്. ഇതാണ് ഒരു എക്സാമ്പിൾ. അടുത്തതായിട്ട് പറയുന്നത്
ചെയ്ത ഫോർമേഷൻ CH2 ഡബിൾ ബോണ്ട് CHCl. ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ്. ഇതും ലാർജ് നമ്പർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? N കൊടുക്കുന്നു. അപ്പൊ ഈ മോണോമർ യൂണിറ്റ് ഇത് പറയുന്നത് മോണോമർ യൂണിറ്റ് ആണ്. അതുപോലെ ഇതും എന്താണ്? ഒരു മോണോമർ യൂണിറ്റ് ആണ്. അപ്പൊ ഈ മോണോമർ യൂണിറ്റ്സ് തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് പോളിമറായി മാറുന്നു. അപ്പൊ CH2 ഡബിൾ ബോണ്ട് അവിടെ ഉണ്ടാവില്ല, ഏതായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. CHCl. എത്ര എണ്ണം ഉണ്ടായിരിക്കും അവിടെ? N നമ്പർ. എത്രയാണോ നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ചത് അത്രയും നമ്പർ. അതിന്റെ ജനറൽ ആയിട്ടാണ് നമ്മൾ N എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരാണ് PVC, അതായത് പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ് അതാണ് നമ്മൾ ഈ PVC പൈപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് എക്സാമ്പിൾസ് പറയുന്നത് പോളിമേഴ്സിന്റെ കേസിൽ. ഒന്ന് പറയുന്നത് എന്താണ്? എത്തീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട്, എത്തീൻ എന്ന് പറയുന്നത് ഒരു മോണോമർ യൂണിറ്റ് ആണ്. അതിന് ഒരുപാട് എത്തീൻസ് കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറുന്നു? പോളി എത്തീനായിട്ട് മാറുന്നു. അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്തിട്ട് എന്തായി മാറുന്നു? പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC ആയി മാറുന്നു. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാനുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ഒരൊറ്റ ടൈപ്പ് മോണോമേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് ഇപ്പൊ ഇതിൽ എത്തീൻ മാത്രമേ ഉള്ളൂ. N നമ്പർ ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്, പക്ഷെ ഇത് ടൈപ്പ് മാത്രമേ ഉള്ളൂ, എത്തീൻ എന്നുള്ള ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ ആണെങ്കിലോ വിനൈൽ ക്ലോറൈഡ് എന്നുള്ള ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നതിൽ രണ്ട് ടൈപ്പ് മോണോമേഴ്സ് ഉണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഇനി നോക്കുന്നത്, അടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആദ്യത്തെ രണ്ടെണ്ണം പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ട് ടൈപ്പ് മോണോമേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മോണോമറിന്റെ പേരാണ് അഡിപ്പിക് ആസിഡ്. പിന്നെ അതിൻ്റെ ഒപ്പം ചേരുന്നതാണ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ ഇത് രണ്ട് ടൈപ്പ് മോണോമേഴ്സ് ആണ്. അവ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന പോളിമർ ആണ് നൈലോൺ 66. നൈലോൺ 66 എന്ന് പറയുന്നത് ഒരു ഫൈബർ സ്ട്രക്ചർ ഉള്ള ഒരു പോളിമർ ആണ്. ഈ നൈലോൺ 66ന് ആ പേര് വന്നത് ന്യൂയോർക്ക് എന്നുള്ള രാജ്യം. അതിൽ Nഉം Yയും കൂടെ ചേർത്തിട്ടാണ് NY, നൈലോണിന്റെ NY വന്നത്. അതുപോലെ തന്നെ ലണ്ടൻ, ആ ലണ്ടനിലെ എല്ലോയും ചേർന്നിട്ടാണ് നൈലോൺ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ള ആ ഒരു ബഹുമാനാർത്ഥം കൊടുത്ത പേരാണ് നൈലോൺ എന്നുള്ളത്. ന്യൂയോർക്ക് എന്നുള്ളതൊക്കെ ഇതിലെ ഫസ്റ്റ് ഐറ്റം, ഈ സെക്കൻഡ് ടേമത്തെ ഈ വൈയും കൂടെ ചേർന്ന് NY, അതുപോലെ ലണ്ടൻ എന്നുള്ളതിന്റെ എല്ലോയും, ഇത്രയും ചേർന്നിട്ടാണ് നൈലോൺ എന്നുള്ള പേര് വന്നത്. എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നൈലോൺ 66 എന്നുള്ള പോളിമർ നമുക്ക് കിട്ടുന്നത്? ഹെക്സാമെത്തിലീൻ ഡൈഅമീനും അഡിപ്പിക് ആസിഡും ചേർന്നിട്ടാണ്. അതായത് രണ്ട് ടൈപ്പ് മോണോമേഴ്സ് ചേർന്നിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്? നൈലോൺ 66 എന്നിട്ടുള്ള ഒരു ഫൈബർ ടൈപ്പ് പോളിമർ ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നും കൂടെ കാണിക്കണം. അഡിപ്പിക് ആസിഡിനെ ആദ്യം വരയ്ക്കാം. ആസിഡായ കാരണം COOH ഗ്രൂപ്പ് ഉണ്ട്. COOH, CH2 4 ടൈംസ് 4 CH2 ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ നീറ്റ് എഴുതുന്നതിന് പകരം എന്ത് എഴുതി? 4 ടൈപ്സ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്ത് എഴുതി, ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. പ്ലസ് ഇതാണ് അഡിപ്പിക് ആസിഡ്. എന്തുമായിട്ടാണ് ചേരുന്നത്? ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. മെത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2 ഗ്രൂപ്പാണ്. മെത്തിലീൻ എന്ന് പറയുന്നത് CH2 ഗ്രൂപ്പാണ്. ഹെക്സാമെത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 CH2 ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. ഡൈഅമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് NH2 ഗ്രൂപ്പാണ്. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? മെത്തിലീൻ ഗ്രൂപ്പ് 6 എണ്ണം ഉണ്ട്. അപ്പൊ CH2 6 ടൈംസ്. അമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് NH2 ആണ്, അത് 2 എണ്ണം ഉണ്ട്. രണ്ടും രണ്ട് എൻഡിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. അപ്പൊ അങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത്. അപ്പൊ രണ്ട് ടൈപ്പ് മോണോമേഴ്സ് കിട്ടി. ഇനി എങ്ങനെയാണ് പോളിമർ ഫോം ചെയ്യുന്നത് എന്നാണ്. ഇതിന് ഒരു OH ഗ്രൂപ്പ്, COOH ഒരു OH ഗ്രൂപ്പും, അതുപോലെ തന്നെ NH2-വിൽ നിന്ന് ഒരു H, 2 H ഉണ്ട് ഇവിടെ, അതിൽ നിന്ന് ഒരു H. അപ്പോൾ ഇവിടുന്ന് ഒരു H-ഉം അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു OH-ഉം, H-ഉം OH-ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുന്നത്? വാട്ടർ ആയിട്ടാണ് മാറുക. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ അവിടുന്ന് റിലീസ് ആവും അല്ലെങ്കിൽ എസ്കേപ്പ് ആവും. ഒരു വാട്ടർ മോളിക്യൂൾ അവിടുന്ന് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്?
COOH ഉണ്ട്. ഇതിൽ നിന്നും ഒരു OH ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇവിടെ H2 ഉണ്ടായിട്ട് ഒരു H. ഇപ്പോൾ വീണ്ടും എന്ത് തന്നെയാണ്, H+OH തന്നെയാണ്. ഇവിടെ ഒരു OH, ഇവിടെ H. അപ്പോൾ എന്തായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്? വാട്ടർ മോളിക്യൂൾ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഈ OH പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ബാക്കിയുള്ളത്? CO ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ CH2 4 ടൈംസ്. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? വീണ്ടും CO ഗ്രൂപ്പ്. പിന്നെ പ്ലസ് എന്നതിന് പകരം ബോണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം ഇതിൽ നിന്നൊരു ഒരു ഗ്രൂപ്പും ഇതിൽ നിന്നൊരു ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പുറത്തു പോയത്. അപ്പോൾ ആ രണ്ടൊരു കോമ്പൗണ്ട് തമ്മിൽ എന്തുണ്ടാവും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ബോണ്ടായിട്ട് വരയ്ക്കുകയാണ്. NH2 എന്നുള്ളതിൽ H പോയി ബാക്കി എന്താണ് അവിടെ ഉള്ളത്? NH. അതുപോലെ അടുത്തത് CH2 6 ടൈംസ്. ഇവിടെ NH2 ൽ നിന്നൊരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്, ബാക്കി NH. ഇതും എത്ര തന്നെയായിരിക്കും? N നമ്പർ. എത്രയാണോ നമ്മൾ തുടക്കത്തിൽ യൂസ് ചെയ്ത് അതേ നമ്പർ. അപ്പോൾ നമ്മൾ ഇതിന്റെ മുമ്പിൽ എന്ത് കൊടുക്കണം? N കൊടുക്കണം, ഇവിടെയും കൊടുക്കണം N. അത്രയും നമ്പർ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു അഡിപിക് ആസിഡും ഒരു ഹെക്സാമെത്തിലിൻ ഡയമീനും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരുപാട് എണ്ണം യൂസ് ചെയ്യുന്നു. അത് എത്രയാണോ ആ നമ്പർ അതിന് കോമൺ ആയിട്ട് നമ്മൾ N എന്ന് കൊടുക്കുന്നു. ഈ കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ ഈ പോളിമർ ആണ് നൈലോൺ 66. ഒന്നുകൂടെ പറഞ്ഞുതരാം. നൈലോൺ 66 എന്ന പോളിമർ ഫോം ചെയ്യുന്നത് രണ്ട് ടൈപ്പ് മോണോമേഴ്സിൽ നിന്നാണ്. ഒരു ടൈപ്പ് മോണോമർ ആണ് ഇത് അഡിപിക് ആസിഡ്, അടുത്തത് ഹെക്സാമെത്തിലിൻ ഡയമീൻ. അഡിപിക് ആസിഡ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. COOH ഗ്രൂപ്പ് രണ്ടെങ്കിലും കൊടുക്കുക. നടുക്ക് എന്താണ്? CH2 4 ടൈംസ്, അതായത് 4 മെത്തിലിൻ ഗ്രൂപ്പ് ആണ്. അതുപോലെ ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ ആ പേരിൽ തന്നെ ഉണ്ട്. മെത്തിലിൻ ഗ്രൂപ്പ് അഥവാ CH2 ഗ്രൂപ്പ് 6 എണ്ണം ഉണ്ട്. ഡൈഅമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീൻ ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ രണ്ടെങ്കിലും വരച്ചു. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എസ്കേപ്പ് ആവുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ COOH ഗ്രൂപ്പിൽ നിന്ന് ഒരു OH-ഉം NH2 ൽ നിന്ന് ഒരു H-ഉം ആണ് പോകുന്നത്. വാട്ടർ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ബാക്കി ഇവിടെ എന്താണുള്ളത്? CO. അത് അതുപോലെ എടുത്തെഴുതി. അതുപോലെ CH2 4 ടൈംസ് അത് എടുത്തെഴുതി. CO. ഇത് കാരണം ഇതിൽ നിന്നും എന്ത് പുറത്തേക്ക് പോകുന്നുണ്ട്? OH ഗ്രൂപ്പ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ CO എന്ന് എഴുതി. പിന്നെ നമ്മളിവിടെ പ്ലസ് എന്നതിന് പകരം എന്ത് ചെയ്യുന്നു? രണ്ട് കോമ്പൗണ്ടിൽ നിന്നും കോമൺ ആയിട്ടാണ് വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോയത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോണ്ട് വരയ്ക്കുന്നു. NH2 ൽ നിന്ന് H പോയ കാരണം NH, ബാക്കി അതുപോലെ നമ്മൾ എടുത്തെഴുതുന്നു. ഈ ഒരു കോമ്പൗണ്ടിന്റെ ഈ ഒരു പോളിമറിന്റെ പേരാണ് നൈലോൺ 66. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിനെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ബേസിസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മോണോമർ യൂണിറ്റ്. അതായത് ഓരോ പോളിമേഴ്സിലുള്ള മോണോമർ യൂണിറ്റിൻ്റെ ബേസിസിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സാമ്പിൾ കണ്ടപ്പോൾ തന്നെ ഒരു ടൈപ്പ് മോണോമർ ഉള്ള പോളിമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉള്ളതും ഉണ്ട്. അതിന് പല ടൈപ്പ് പോളിമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് മോണോമർ യൂണിറ്റ്സ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. First classification is based on nature of monomer unit. Classification based on nature of monomer units. Classification based on nature of monomer units. മോണോമർ യൂണിറ്റിന്റെ ബേസിസിൽ രണ്ടായിട്ടാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹോമോപോളിമർ. ഹോമോപോളിമർ. അടുത്തത് കോപോളിമർ. രണ്ടാമത്തെ ടൈപ്പാണ് കോപോളിമർ. മോണോമർ യൂണിറ്റിന്റെ ബേസിസിൽ പോളിമേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹോമോപോളിമർ ആൻഡ് കോപോളിമർ. വൺ ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള പോളിമേഴ്സിനെ പറയുന്ന പേരാണ് ഹോമോപോളിമേഴ്സ്. 2 or more than 2, രണ്ടോ അതിലധികമോ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോളിമേഴ്സിനെ പറയുന്ന പേരാണ് കോപോളിമേഴ്സ്. അപ്പോൾ ഹോമോപോളിമേഴ്സ് മീൻസ് the polymer made up of only one type of monomers, and copolymer they contain 2 or more type of monomer units. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളും ആണ് പഠിക്കാനുള്ളത്. Homopolymer, this type of polymer contain only one type of
one type of monomers. കോപോളിമർ എന്ന് പറഞ്ഞാലോ this type of polymer contain two or more type of monomers. നമ്മൾ പോളിമേഴ്സ് പറഞ്ഞ സമയത്ത് 3 എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ഒന്ന് പോളി എത്തീൻ്റെ ഫോർമേഷൻ, പിന്നെ PVC അഥവാ പോളിവിനാൽ ക്ലോറൈഡിന്റെ ഫോർമേഷൻ. ആ രണ്ട് ടൈപ്പിലും എന്താണ് പ്രത്യേകത? ഒരൊറ്റ ടൈപ്പ് മോണോമേഴ്സേ അവിടെ ഉള്ളൂ. പോളി എത്തീൻ ആണെങ്കിൽ എത്തീൻ എന്ന ഒരു ടൈപ്പ് മോണോമറിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് എന്നുള്ള ഒരൊറ്റ ടൈപ്പ് മോണോമേഴ്സിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഹോമോ പോളിമർ ആണ്. എന്നാൽ നൈലോൺ 66 പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അത് അഡിപ്പിക് ആസിഡ്, ഹെക്സാമെത്തിലിൻ ഡയാമീൻ എന്നീ രണ്ട് മോണോമർ യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഫോം ചെയ്തതെന്നുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പിലാണ് വരുന്നത്? കോ പോളിമറിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് ഇതൊക്കെ പോളി എത്തീനും PVCയും. പോളി എത്തീൻ PVC. PVC എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് വെറുതെ പോളിയെത്തീൻ എഴുതുന്നതിന് പകരം ആ ഒരു റിയാക്ഷൻ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ കോ പോളിമർ എന്നുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നൈലോൺ 66. എക്സാമ്പിൾ നൈലോൺ 66. അതിന്റെ ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ചേർന്നാണ് നൈലോൺ 66 ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. പോളിമേഴ്സിനെ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് മോണോമർ യൂണിറ്റ്, മോണോമർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ. ഒരൊറ്റ ടൈപ്പ് മോണോമർ യൂണിറ്റ് ഉള്ളൂ എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹോമോ പോളിമർ. രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോ പോളിമർ. രണ്ടിനും എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സോഴ്സ്, അതായത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ മാൻ മെയ്ഡ്, നമ്മൾ ലാബുകളിൽ ഉണ്ടാക്കുന്നതാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് പോളിമേഴ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നാച്ചുറൽ പോളിമർ, പിന്നെ സെമി സിന്തറ്റിക്, സിന്തറ്റിക്. അതെന്താണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിന് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ പോളിമർ. നാച്ചുറൽ പോളിമർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ ഡയറക്റ്റ് കിട്ടുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റബ്ബർ, അതുപോലെ സെല്ലുലോസ്, സ്റ്റാർച്ച്, ഇതൊക്കെ എക്സാമ്പിൾ ആണ് നാച്ചുറൽ പോളിമേഴ്സിന്. അപ്പോൾ polymers which directly obtained from nature, nature നിന്ന് ഡയറക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് from nature, that is from plants and animals. പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ കിട്ടുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ്, അതായത് നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്, ആർ കാൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റബ്ബർ, സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ എക്സെട്ര. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? അമിനോ ആസിഡുകൾ ചേർന്നാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്, അതിൻ്റെ മോണോമർ ആണ് അമിനോ ആസിഡ്. അതുപോലെ റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്, അതിൻ്റെ മോണോമറിന് ഐസോപ്രിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നോ ഡയറക്റ്റ് കിട്ടുന്ന പോളിമേഴ്സ് ആണ്. അതുകൊണ്ട് അതിനെ നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് സെമി സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെമി സിന്തറ്റിക്, പകുതി മാത്രമേ നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് അതിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ. അതായത് പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ കിട്ടുന്ന നാച്ചുറൽ പോളിമറിന് ചെറിയ ചെറിയ കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളിമറിന് പറയുന്ന പേരാണ് സെമി സിന്തറ്റിക് പോളിമർ. ശരിക്കും അത് എവിടെ ഉള്ളത് തന്നെയാണ്, നേച്ചറിലുള്ളത് തന്നെയാണ്. പക്ഷേ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ കെമിക്കൽ പ്രൊസീജിയർ വഴി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത്. These type of polymers is obtained by some chemical modification in natural polymer. നാച്ചുറൽ പോളിമറിൽ ചില കെമിക്കൽ മോഡിഫിക്കേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്, സെമി സിന്തറ്റിക് പോളിമേഴ്സ് കിട്ടുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെല്ലുലോസ് അസറ്റേറ്റ്. സെല്ലുലോസ് അസറ്റേറ്റ്. അപ്പോൾ സെല്ലുലോസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയതാണ്, നേച്ചറിൽ നിന്ന് കിട്ടിയതാണ്. അതിലേക്ക് എന്ത് ചേർത്തിട്ടേ ഉള്ളൂ, അസറ്റേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ട് ചേർത്തിട്ടേ ഉള്ളൂ. സെല്ലുലോസ് അസറ്റേറ്റ്. അതുപോലെ തന്നെ സെല്ലുലോസ് നൈട്രേറ്റ്. സെല്ലുലോസ് ട്രൈനൈട്രേറ്റ്. ഇതിന് പറയുന്ന പേരാണ് ഗൺ കോട്ടൺ. ഇതിനെ വിളിക്കുന്ന പേര് ഗൺ കോട്ടൺ ആണ്. അതായത് ഇത് അറിയപ്പെടുക സെല്ലുലോസ് ട്രൈനൈട്രേറ്റ് എന്നൊന്നുമല്ല, എങ്ങനെ അറിയപ്പെടുന്നത്, ഗൺ കോട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അതിന്റെ കെമിക്കൽ നെയിമാണ് എന്താ, സെല്ലുലോസ് ട്രൈനൈട്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പരിചിതമാവില്ല. സെല്ലുലോസ് അസറ്റേറ്റിന് പറയുന്ന പേര് റയോൺ എന്നാണ്. റയോൺ അറിയപ്പെടുന്നത് ഏതാണ്, സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സെമി സിന്തറ്റിക് ആണ്. അതായത് നാച്ചുറലി കിട്ടുന്ന ഒരു പോളിമറിനെ കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നമുക്ക് കിട്ടുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സെല്ലുലോസിലേക്ക് അസറ്റേറ്റ് ചേർത്തിട്ടാണ് സെല്ലുലോസ് അസറ്റേറ്റ് കിട്ടുന്നത്. അതിൻ്റെ വേറെ പേരാണ് റയോൺ എന്ന് പറയുന്നത്. അതുപോലെ സെല്ലുലോസ് ട്രൈനൈട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗൺ കോട്ടൺ ആണ്. അപ്പോൾ രണ്ട് ടൈപ്പായി. ഇനി ലാസ്റ്റ് ടൈപ്പ്, ഇതിൽ തന്നെ ലാസ്റ്റ് ടൈപ്പ് പറയുന്നതാണ് സിന്തറ്റിക് പോളിമേഴ്സ്. മൂന്നാമത്തെ ടൈപ്പാണ് സിന്തറ്റിക് പോളിമേഴ്സ്. Synthetic polymers. Synthetic polymers means man-made polymers. നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് synthetic polymers. Man-made polymers. Are called synthetic polymers. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച നൈലോൺ 66, അതൊരു സിന്തറ്റിക് പോളിമർ ആണ്. അതുപോലെ തന്നെ ബാക്ക്ലൈറ്റ്. ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ ഒക്കെ ഹാൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എത്ര ചൂടാക്കിയാലും കേടുവരാത്തൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ. അതുണ്ടാക്കിയിരിക്കുന്നത് ഈ ബാക്ക്ലൈറ്റ് കൊണ്ടാണ്. അതും എന്താണ്, ഒരു സിന്തറ്റിക് പോളിമർ ആണ്. അപ്പോൾ സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മെയ്ഡ് പോളിമേഴ്സ്. നമ്മൾ ലാബുകളിലും അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് സിന്തറ്റിക് പോളിമേഴ്സ്. അതിന് മറ്റൊരു എക്സാമ്പിളും കൂടി കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ പോളിയെത്തീൻ, PVC, പോളിവിനൽ ക്ലോറൈഡ്, ഇതൊക്കെ എന്താണ്, മാൻ മെയ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏത് പറയുന്നത്, സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, മോണോമർ യൂണിറ്റിൻ്റെ ബേസിസിൽ. അതിൻ്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഹോമോ പോളിമറും കോ പോളിമറും. അതിന് രണ്ടിന് എക്സാമ്പിൾസ് പഠിക്കുക, ഡെഫിനേഷൻ പഠിക്കുക. രണ്ടാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിലാണ്, സോഴ്സിൻ്റെ ബേസിസിലാണ്. സോഴ്സിൻ്റെ ബേസിസിൽ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ദാറ്റ് ഈസ് നാച്ചുറൽ പോളിമർ, സെമി സിന്തറ്റിക് പോളിമർ ആൻഡ് സിന്തറ്റിക് പോളിമർ. ഓരോന്നിനും എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പോളിമറൈസേഷൻ ആണ്. രണ്ട് ടൈപ്പ് പോളിമറൈസേഷൻ ആണുള്ളത്. അതിൻ്റെ ബേസിസിൽ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അഡീഷൻ പോളിമർ, രണ്ടാമത്തെ കണ്ടൻസേഷൻ പോളിമർ. അതെന്താണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ മോണോമർ യൂണിറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അഡീഷൻ പോളിമർ, രണ്ടാമത്തെ കണ്ടൻസേഷൻ പോളിമർ. അപ്പോൾ അഡീഷൻ റിയാക്ഷനും കണ്ടൻസേഷനും റിയാക്ഷനും ഉണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് പോളിമറൈസേഷനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡീഷൻ പോളിമേഴ്സ്, കണ്ടൻസേഷൻ പോളിമർ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് അഡീഷൻ പോളിമേഴ്സ് ആണ്. അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് മോണോമർ യൂണിറ്റ്സിനെ ഓരോ സ്റ്റെപ്പുകളിലും ആഡ് ചെയ്തിട്ടാണ് അഡീഷൻ പോളിമേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എത്തിൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിയെത്തിൻ ഫോം ചെയ്യുന്നത്. അതുപോലെ PVC പോളി വിനൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് വിനൈൽ ക്ലോറൈഡുകൾ, അതായത് മോണോമർ യൂണിറ്റ് ആയിട്ടുള്ള വിനൈൽ ക്ലോറൈഡുകൾ ആഡ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പിലും ആഡ് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്, PVC ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് മോണോമർ യൂണിറ്റ്സ് ഓരോ സ്റ്റെപ്പുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. They are formed by repeated addition of monomer units having double bond or triple bond. Double bond അല്ലെങ്കിൽ triple bond ഉണ്ടാവണം. Double bond or triple bond. എല്ലാ ടൈപ്പ് മോണോമർ യൂണിറ്റ്സിനും ഏത് ടൈപ്പ് പോളിമേഴ്സ് ഉണ്ടാക്കാൻ കഴിയില്ല, അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യില്ല. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോണോമർ യൂണിറ്റ്സ് കുറേ എണ്ണം ഓരോ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോളിയെത്തിൻ്റെ ഫോർമേഷൻ, എത്തിൻ മോളിക്യൂൾസിൽ എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ PVC പോളി വിനൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് വിനൈൽ ക്ലോറൈഡിൽ നിന്നാണ്. അതിലും എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോണോമർ യൂണിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് അഡീഷൻ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് പോളിയെത്തിൻ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്, എത്തീനിൽ നിന്നാണ്. എത്തീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. കുറേ എണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ N എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പോളിമർ ആയി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, CH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ്. ഇതാണ് പോളിയെത്തിൻ. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ ആണ് ഇത് എത്തീൻ. അപ്പോൾ എത്തീനിൽ നിന്ന് പോളിയെത്തിൻ ഫോം ചെയ്യുന്നത് ഏത് ടൈപ്പ് പോളിമർ ആണ്, അഡീഷൻ പോളിമർ ആണ്. ഇനി രണ്ടാമതായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതും N ലാർജ് നമ്പർ എന്നുള്ളത് കാണിക്കാൻ N എന്ന് കൊടുത്തിരിക്കുന്നു. ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിന്റെ പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഇത് കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറുന്നു, PVC പോളി വിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് മാറി N ടൈംസ് കൊടുക്കുക. ഇതാണ് PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ഡബിൾ ബോണ്ട് ഉള്ള മോണോമേഴ്സ് ആണ്. അത് ഓരോ സ്റ്റെപ്പുകളിലും കുറേ എണ്ണം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എന്തായി മാറുന്നു, ഒരു ലോങ് ചെയിൻ ആയിട്ട് മാറുന്നു. അതാണ് അഡീഷൻ പോളിമേഴ്സ്. ഇനി സെക്കൻഡ് ടൈപ്പ് പറയാനുള്ളതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. കണ്ടൻസേഷൻ പോളിമേഴ്സ് രണ്ടാമത്തെ ടൈപ്പാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. കണ്ടൻസേഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ഇവിടെ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മോളിക്യൂൾ കമ്പൈൻ ചെയ്യുമ്പോൾ ചെറിയ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ H2O, അതുപോലെ അമോണിയ NH3,
അതുപോലെ ആൽക്കഹോള് OH ഗ്രൂപ്പ് ലാസ്റ്റ് വരുന്നത് ROH എന്നാണ് കോമൺ ആയിട്ട് എഴുതുക. അപ്പോൾ ആൽക്കഹോള്, വാട്ടർ, അമോണിയ പോലുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ആയി പോവുകയാണെങ്കിൽ അത്തരം പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴിയാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അപ്പോൾ നമ്മൾ അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും ചേർന്ന് നൈലോൺ 66 ഉണ്ടായ എക്സാമ്പിൾ ഫസ്റ്റ് തൊട്ടേ പഠിച്ചു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ആയി പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ വാട്ടർ മോളിക്യൂളോ ആൽക്കഹോളോ അല്ലെങ്കിൽ അമോണിയ മോളിക്യൂളോ എലിമിനേറ്റ് ആയി പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതുവഴി കിട്ടുന്ന പോളിമേഴ്സിനെ മൊത്തം പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമർ. അപ്പോൾ നൈലോൺ 66 എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ these type of polymers are formed by these type of polymers are formed by condensation between bifunctional എന്താണ് പറയാം bifunctional or trifunctional monomer units. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷൻ പോളിമേഴ്സ് അല്ലെങ്കിൽ അഡീഷൻ പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ എത്തരത്തിലുള്ള മോണോമേഴ്സ് ആയിരിക്കണം? അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോണോമേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ കണ്ടൻസേഷൻ പോളിമർ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബൈ ഫങ്ഷണൽ, അതായത് 2 ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ട്രൈ ഫങ്ഷണൽ 3 ഫങ്ഷണൽ ഗ്രൂപ്പോ ഉള്ള മോണോമർ യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. ഇനി കണ്ടൻസേഷൻ സമയത്ത് എന്തൊക്കെ എലിമിനേറ്റ് ആവും എന്നാണ് പറഞ്ഞത്? വാട്ടർ മോളിക്യൂൾ, ആൽക്കഹോള്, അതുപോലെ തന്നെ അമോണിയ മോളിക്യൂളൊക്കെ എലിമിനേറ്റ് ആവും. ഡ്യൂറിങ് കണ്ടൻസേഷൻ, അതുകൂടെ എഴുതാം. ഡ്യൂറിങ് കണ്ടൻസേഷൻ small molecules like water, alcohol, ammonia are eliminated. അതാണ് പുറത്തേക്ക് പോകുന്നത്. are eliminated. ഇത് നമ്മൾ നേരത്തെ പഠിച്ച നൈലോൺ 66ന്റെ എക്സാമ്പിൾ ആയിട്ടൊന്ന് പറയാം. അപ്പോൾ എന്താണ് ബൈ ഫങ്ഷണൽ, എന്താണ് ട്രൈ ഫങ്ഷണൽ എന്നുള്ളത് ആ എക്സാമ്പിൾ നിന്ന് മനസ്സിലാവും. അഡിപ്പിക് ആസിഡ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതിയിരുന്നത്? COOH, CH2 4 ടൈം 4 അതുപോലെ അടുത്ത COOH ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ 2 COH ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ടോപ്പിക്കിൽ പറഞ്ഞതായിരുന്നു. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്താണോ അത് നിർണ്ണയിക്കുന്ന ആ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, അതിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കാണുന്നത് ഏതാണ്? COH ഗ്രൂപ്പാണ്. അത് ഒരു COH ഗ്രൂപ്പ് അല്ല, എത്ര ഉണ്ട്? 2 COH ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ബൈ ഫങ്ഷണൽ എന്ന് പറയുന്നത്. അതുപോലെ 3 വരാം, അപ്പോൾ പറയുന്നതാണ് ട്രൈ ഫങ്ഷണൽ. അങ്ങനെ ബൈ ഫങ്ഷണലോ അല്ലെങ്കിൽ ട്രൈ ഫങ്ഷണലോ ഉള്ള മോണോമർ യൂണിറ്റ് ആണ് ഈ ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തുന്നത്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് എന്ത്? അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നതായിരുന്നു ഏത്? ഹെക്സാമെത്തിലിൻ ഡയമീൻ, NH2 CH2 6 ടൈംസ് NH2, ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമീൻ ഗ്രൂപ്പ് എത്ര ഉണ്ട്? 2 ഉണ്ട്. വീണ്ടും ഡൈ ഫങ്ഷണൽ, ബൈ ഫങ്ഷണൽ ആണത്. 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോണോമർ യൂണിറ്റ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് എലിമിനേറ്റ് ആയി പോകുന്നത് എന്നാണ് പറഞ്ഞത്? ഈ COOH ഗ്രൂപ്പിൽ നിന്ന് ഒരു OHും അതുപോലെ തന്നെ NH2വിൽ നിന്ന് ഒരു Hുമാണ് പോകുന്നത്. അതുപോലെ അടുത്ത COHൽ നിന്നും ഒരു OHും അടുത്ത NH2വിൽ നിന്നും എന്ത് പോകുന്നുണ്ട്? ഒരു H പോകുന്നുണ്ട്. അപ്പോൾ എന്തായിട്ടാണ് പോകുന്നത്? വാട്ടർ മോളിക്യൂൾ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ എലിമിനേറ്റ് ആവാം? വാട്ടർ എലിമിനേറ്റ് ആവാം, ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ അമോണിയ ആവാം. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ എലിമിനേറ്റ് ആയി പോകുന്നത് ഏതാണ്? വാട്ടർ മോളിക്യൂൾ ആണ്. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? OH പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താണുള്ളത്? CO, അതുപോലെ ബാക്കി CH2 4 ടൈം. വീണ്ടും ഇവിടെ CO ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ പോളിമർ ആണ്, അപ്പോൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്, കോവാലന്റ് ബോണ്ടാണ്. NH2 എന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തേ പോയിട്ടുള്ളൂ? ഒരു H മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി NH അതുപോലെ തന്നെ അവിടെ ഉണ്ട്.
CH2 6 times NH. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് നൈലോൺ 66 പോളിമർ ആണ്. അപ്പോൾ ഇത് എന്ത് വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്? കണ്ടൻസേഷൻ വഴിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യം പറഞ്ഞത് അഡീഷൻ പോളിമർ ആണ്. അഡീഷൻ പോളിമർ ഫോം ചെയ്യുന്നത് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോണോമർ യൂണിറ്റുകൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അഡീഷൻ പോളിമർ കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് പോളി എത്തീനും പോളി വിനാൽ ക്ലോറൈഡും ആണ്. ആ അഡീഷൻ പോളിമറിനെ തന്നെ ചെയിൻ ഗ്രോത്ത് പോളിമർ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്, അതോടെ ഓർത്ത് വയ്ക്കുക, ചെയിൻ ഗ്രോത്ത് പോളിമർ. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. കണ്ടൻസേഷൻ പോളിമേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ മോണോമർ യൂണിറ്റിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കണം? ഒന്നുകിൽ ബൈ ഫങ്ഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രൈ ഫങ്ഷണൽ, അതായത് 2 ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ 3 ഫങ്ഷണൽ ഗ്രൂപ്പോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ചെറിയ മോളിക്യൂൾസ് ആയിട്ടുള്ള വാട്ടർ, ആൽക്കഹോൾ, അമോണിയ ഇതൊക്കെ എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതിന്റെ ഫോർമേഷൻ ആണ്? നൈലോൺ 66ന്റെ ഫോർമേഷൻ ആണ് പറഞ്ഞത്. നൈലോൺ 66ൽ എന്തൊക്കെയാണ് എലിമിനേറ്റ് ആയി പോയത്? വാട്ടർ മോളിക്യൂൾ ആണ് എലിമിനേറ്റ് ആയി പോയത്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. അഡീഷൻ പോളിമറിനെ ചെയിൻ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. കണ്ടൻസേഷൻ പോളിമറിനെ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ എന്നാണ് പറയുന്നത്. കാരണം ഓരോ സ്റ്റെപ്പിലും നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? ഒരു മോളിക്യൂൾ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്.